ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെസ്ല എന്ന് പറയുന്ന ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാർ പ്രൊഡക്ഷൻ ചെയ്യുന്ന വണ്ടികളിലൊന്ന്. അതുകൂടാതെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളിലൊന്ന്, ഓട്ടോണോമസ്, ഓട്ടോ പൈലറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വണ്ടികളിലൊന്ന്. അങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടി. അതുകൂടാതെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്നൊരു വണ്ടി. അങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ ഫേമസ് ആയ ഒരു വണ്ടിയാണ്. സോ ആ വണ്ടിയും കൊണ്ട് കുറച്ച് ആൾക്കാർ സെമിത്തേരി പോയ കഥയാണ്. സെമിത്തേരി പോയിട്ട് അവർ കാണുന്നതെന്ന് വെച്ചാൽ മുന്നിൽ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ, പക്ഷേ പ്രാക്ടിക്കലി അവർ ക്യാമറ എടുത്ത് നോക്കുമ്പോൾ അവിടെ ആളില്ല. അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ സിസ്റ്റത്തിൽ ആത്മാവിനെ കാണിക്കുകയാണ്. അപ്പോൾ ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ആത്മാവൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, സെമിത്തേരി പോകാൻ പേടിയുള്ള ആൾക്കാരുണ്ട്, രാത്രിയൊന്നും ഇറങ്ങി നടക്കരുതെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ എന്ത് തന്നെ വന്നാലും ഇങ്ങനെയൊരു സംഭവം ടെസ്ല ഇപ്പം ഡിറ്റക്ട് ചെയ്തിട്ട് ആത്മാവിനെ ഇങ്ങനെ കാണിച്ചു തരുവാണ്. അത് സത്യമാണോ, ഇനി ഗ്ലിച്ചാണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ ഇങ്ങനെ പല ആൾക്കാരും പലതരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ടെസ്ലൻ്റെ ഒരു ഫീച്ചറായിട്ട് ഇങ്ങനെ കാണിക്കുവാന്ന് പല യൂട്യൂബേഴ്സ് 1-2 തവണ പോയി. അതുകൂടാതെ ഓരോരോ വ്ളോഗേഴ്സൊക്കെ അവിടെ പോയിട്ട് വണ്ടിയും കൊണ്ട് പോയിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്ല തന്നെ ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചതാണെന്നും പറയുന്നുണ്ട് ചില ആൾക്കാർ. അതായത് സെമിത്തേരിയിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഗോസ്റ്റ് പോകുന്ന പോലെ കാണിക്കുന്ന ഒരു മോഡാക്കി വെച്ചതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇത് ടെസ്ലയുടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, ഗോസ്റ്റിനെ വരെ കണ്ടെത്താൻ പറ്റുന്നു. ഏത് വിശ്വസിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി എന്ത് തന്നെ വന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഈ വണ്ടിയും കൊണ്ട് സെമിത്തേരിയിൽ പോയി ഗോസ്റ്റിനെ ചുറ്റും കണ്ട് റിയലായിട്ട് ഗോസ്റ്റ് ഇല്ലാന്ന് അറിയാം, എങ്കിലും ക്യാമറയിൽ ഗോസ്റ്റിനെ കണ്ട് അതിനുശേഷം ബാറ്ററി എങ്ങനെ ഡ്രെയിൻ ആയിപ്പോയി ആ സെമിത്തേരിയിൽ കുടുങ്ങിപ്പോയുള്ള ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഒരു കൗതുകമായിട്ടുള്ള ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ ചാനലിലൂടെ ഇങ്ങനെ പറയണം തോന്നി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു. ഇതൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും.